എങ്ങനെയാണ് ഗവൺമെൻറ് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി 15 മിനിറ്റ് കൊണ്ട് 1000-ലധികം ആളുകളെ ഇല്ലാതാക്കിയത്? എല്ലാ ദിവസത്തെയും പോലെ ആ ഒരു ദിവസവും സാധാരണ ഒരു ദിവസമായിരുന്നു. 3 മണിയോടടുക്കുന്ന സമയം എല്ലാവരും ഗാഢനിദ്രയിലാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ടാണ് എല്ലാവരും ഉണരുന്നത്. നോക്കുമ്പോൾ വീട് മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു. വീടിന് പുറത്തുള്ള കാഴ്ചയും അത്ര അപരിചിതമായിരുന്നില്ല. വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി. ഒഴുക്കിൽപ്പെട്ട് പലരും മരണപ്പെട്ടു. വെള്ളത്തിൻ്റെ നിറം തന്നെ മാറി ചുമപ്പായി. നഗരങ്ങൾ ശവകുടീരങ്ങളായി. തീവ്ര മഴ മൂലമുണ്ടായ പ്രളയത്താൽ ആളുകൾ മരണപ്പെട്ടു. ഇത് നാച്ചുറൽ ഡിസാസ്റ്ററാണ്. അങ്ങനെയാണ് ആദ്യം എല്ലാവരും കരുതിയത്. പിന്നീടുണ്ടായ പരിശോധനയിൽ ഒരു കാര്യം വ്യക്തമായി. അവിടെയുണ്ടായിരുന്ന സർക്കാരാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത്. അവരൊറ്റ രാത്രി കൊണ്ട് 20,000-ലധികം ആളുകളെ കൊലപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊലപാതകത്തിൻ്റെ പ്ലാനിംഗ് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ മുൻപല്ല, മറിച്ച് വർഷങ്ങൾ മുൻപേ തന്നെ തുടങ്ങിയിരുന്നു. ആ 15,000 പേരുടെ തെറ്റെന്തായിരുന്നു? എന്തിന് ലിബിയയിലെ ഗവൺമെൻറ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തു? ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിൽ തന്നെയുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നഗരമാണ് ലിബിയയിൽ സ്ഥിതി ചെയ്യുന്ന ഡെർന. മെഡിറ്ററേനിയൻ സീയോട് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിലെ ജനസംഖ്യ 60,000 മുതൽ 1.5 ലക്ഷം വരെയായിരുന്നു. മറ്റു നഗരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ജനസംഖ്യ കുറവാണെന്ന് നമുക്ക് പറയേണ്ടതായി വരും. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇവിടുത്തെ ജിയോഗ്രഫി തന്നെയാണ്. നഗരത്തിനടുത്തായി ഒരു വശത്ത് മെഡിറ്ററേനിയൻ സീയും മറ്റു വശത്ത് വളരെ വലുപ്പമേറിയ വാലികളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രദേശത്തിൻ്റെ ജിയോഗ്രഫി തന്നെ വളരെയധികം ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടതായി വരും. വാലിയും അതിലൂടെ കടന്നു പോകുന്ന സ്ലോപ്പും ഇതിലൂടെ കടന്നു വരുന്ന വെള്ളം ഡയറക്റ്റായി മെഡിറ്ററേനിയൻ സീയുമായി കണക്റ്റ് ആകുന്നു. വാലിക്കും സീക്കും സെൻട്രലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നഗരത്തിൽ ചെറിയ തോതിൽ മഴ പെയ്താൽ പോലും അത് വളരെ വലിയൊരു പ്രളയമാണ് ഇവിടെ കൊണ്ടുവരാറുള്ളത്. ഒരു പ്രളയത്തിൽ നിന്നും കരകയറുമ്പോഴാണ് ഡെർണയെ അടുത്തത് മുക്കിക്കളയുക. 1941, 1942, 1956 ഇങ്ങനെ എത്രയേറെ വർഷങ്ങൾ വീണ്ടും വീണ്ടും വരുന്ന പ്രളയങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് എടുത്തത്. ഈ ജിയോഗ്രഫിക്കൽ ഡിസഡ്വാൻറ്റേജിൽ നിന്നും രക്ഷപ്പെടാൻ 1960 അവർ ഒരു പ്ലാൻ കണ്ടെത്തുകയാണ്. പ്ലാൻ ഇങ്ങനെയായിരുന്നു: ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുക, ഈ വാലിയിലൂടെ കടന്നു വരുന്ന വെള്ളത്തിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക. അതിനായി ഏറ്റവും മുകളിലായി ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണം. വാലിയിലൂടെ അനിയന്ത്രിതമായി ഒഴുകി വരുന്ന ഈ വെള്ളത്തിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ ആ ഡാമിന് സാധിക്കും. അതിനു പുറമെ നഗരത്തിന്റെ ബോർഡറിൽ മറ്റൊരു ഡാം കൂടെ കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിയന്ത്രിതമായ തോതിൽ വെള്ളം ഒഴുകി വരികയും അത് നഗരത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ഫ്ലഡ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഡാം കൺസ്ട്രക്ഷനുള്ള പെർമിഷൻ വളരെ പെട്ടെന്ന് ലഭിച്ചു. 1970 അപ്രൂവൽ ലഭിച്ചു. യുഗോസ്ലോവൻ കമ്പനിയായ ഹിഡ്രോ പ്രൊജക്റ്റിനാണ് കൺസ്ട്രക്ഷൻ റൈറ്റ്സ് ലഭിക്കുന്നത്. 1977 2 ഡാമുകളുടെയും കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നു. ഈ 2 ഡാമുകളും അവിടെ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ കിരണമായിരുന്നു. ഇനി പ്രകൃതി ദുരന്തത്താൽ ആരുടെയും ജീവൻ നഷ്ടമാകില്ല. മുകളിലായി കൺസ്ട്രക്ട് ചെയ്ത അൽ ബിലാബ് ഡാമിൽ 1.5 മില്യൺ ക്യൂബിക് മീറ്റേഴ്സിന്റെ വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയുമായിരുന്നു. നഗരത്തിന്റെ ബോർഡറിലായി കൺസ്ട്രക്ട് ചെയ്തിരുന്ന അബു മൻസർ ഡാമിൽ 22.5 മില്യൺ ക്യൂബിക് മീറ്റേഴ്സിന്റെ വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഈ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം വളരെ നീണ്ട കാലത്തേക്ക് പിന്നീട് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ പ്രശ്നം നടക്കുന്നത് 4 സെപ്റ്റംബർ 2023 ബ്ലാക്ക് സീയിലെ ലോ പ്രഷർ സിസ്റ്റത്തിൽ വളരെ വലിയ തോതിൽ എയർ പ്രഷർ ബാലൻസിംഗിന്റെ ഇടയിൽ റൊട്ടേറ്റിംഗ് പൊസിഷനിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഈ ഒരു പ്രവർത്തനം വീണ്ടും വീണ്ടും തുടർന്നു പോയതുകൊണ്ട് വളരെ വലിയ തോതിലുള്ള ഒരു കൊടുങ്കാറ്റ് അവിടെ രൂപപ്പെട്ടു. ആരും പ്രതീക്ഷിക്കാതെ രൂപപ്പെട്ട ഒരു കൊടുങ്കാറ്റായിരുന്നു ഇത്. ഡാനിയൽ എന്നായിരുന്നു ഇതിന്റെ പേര്. തന്റെ സമീപ പ്രദേശങ്ങളായ ബൽക്കാൻ, ഗ്രീസ്, ബുൾഗേരിയ, ടർക്കി തുടങ്ങിയ പ്രദേശങ്ങൾ തന്റെ കീഴിലാക്കി. ഈ പ്രദേശങ്ങളെ അർദ്ധമായി നശിപ്പിച്ചതിനു ശേഷം മെഡിറ്ററേനിയൻ സീ വഴി ഈ ഒരു കൊടുങ്കാറ്റ് യാത്ര തുടർന്നു. 10 ഡിസംബറോടുകൂടി തന്നെ ലിബിയയിലെ ബെൻഗാസിയിൽ വളരെ വലിയ തോതിലുള്ള ലാൻഡ് സ്ലൈഡിന് ഈ ഒരു കൊടുങ്കാറ്റ് കാരണമായി. ഈ ഒരു പ്രദേശം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 70 മുതൽ 80 km/h വീശിക്കൊണ്ടിരുന്ന ഈ കൊടുങ്കാറ്റ് വളരെ വലിയ തോതിലുള്ള പേമാരിക്കും കാരണമായി. ഈ മഴ ഒരു മുന്നറിയിപ്പായിരുന്നു. 24 മണിക്കൂറുകൾ കൊണ്ട് തന്നെ 400 മില്ലിമീറ്റർ റെയിൻഫോൾ വാലിയിലുണ്ടായി. വാട്ടർ ഡെപ്പോസിറ്റിന്റെ അളവ് വളരെ വലിയ തോതിൽ ഉയർന്നു. 30 മില്യൺ ക്യൂബിക് വാട്ടേഴ്സ് എന്നാൽ ഏകദേശം ഒളിമ്പിക്സിലെ 12,000 സ്വിമ്മിംഗ് പൂളുകൾ നിറയ്ക്കാൻ കഴിയുന്നത്ര വെള്ളമാണ്. ഈ വാട്ടർ ഫോഴ്സ് അപ്പർ ഡാമായ അൽ മിലാദിലേക്കെത്തി. തനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നതിനേക്കാൾ 20 മടങ്ങ് ഇരട്ടിയുണ്ടായിരുന്നു ഈ വെള്ളം. അതുകൊണ്ട് തന്നെ നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഡാമിന് ആ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. ഡാം തകർന്നു. നഗരത്തെ ലക്ഷ്യമാക്കി സഞ്ചാരം ആരംഭിച്ച ഈ പ്രളയം ഏതാനും നിമിഷങ്ങൾക്കകം രണ്ടാമത്തെ അല്ലെങ്കിൽ അബു മസർ ഡാമിലേക്കെത്തി.
പറയുമ്പോൾ ഈ ഡാമിന് വേണമെങ്കിൽ ഈ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഡാമിന്റെ കപ്പാസിറ്റിയേക്കാൾ 20 മടങ്ങിലധികം പ്രഷറോടെയായിരുന്നു ഈ ജലപ്രവാഹം ഉണ്ടായിരുന്നത്. കണ്ണു ചിമ്മുന്ന നേരം കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രണ്ടാമത്തെ ഡാമിലേക്കും ജലപ്രവാഹം ഓടിയെത്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഡാം തകർന്നു. രാത്രിയിലെ അന്ധകാരത്തിലെ മയക്കത്തിൽ ജനങ്ങൾ എന്നേക്കുമായി മയങ്ങിപ്പോയി. ഉറക്കമായിരുന്നതുകൊണ്ട് തന്നെ പലർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. 15 അടി ഉയരത്തിൽ ജലപ്രവാഹം ആഞ്ഞടിച്ചു. 4 പാടും ശവശരീരങ്ങൾ മാത്രം. ആർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇതിൽ രക്ഷപ്പെട്ട ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. രാത്രിയിലെ പേമാരിയുടെ കൂട്ടക്കൊല അവസാനിച്ചത് അടുത്ത ദിവസം രാവിലെ സൂര്യോദയത്തിലാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന ഈ ഒരു പേമാരി 1000-ലധികം ബിൽഡിങ്ങുകളെയും 5-ലധികം മേജർ ബ്രിഡ്ജുകളെയും 11,000-ലധികം ആളുകളെ ഇല്ലാതാക്കുകയും ചെയ്തു. കൂടാതെ 10,000-ലധികം ആളുകൾ മിസ്സിംഗ് ആവുകയും ചെയ്തു ഈ ഒരു ഇവന്റിൽ. ഇനി ആ മിസ്സായ ആളുകളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ ഒരു പേമാരി അവരെയും ഒഴുക്കി കടലിലേക്ക് കൊണ്ടുപോയി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇത് ഒരു പ്രകൃതി ദുരന്തമായിട്ടായിരിക്കാം ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് തോന്നുക. എന്നാൽ ഇത് അശ്രദ്ധ മൂലമുണ്ടായ വളരെ വലിയൊരു വിപത്തായിരുന്നു. ഇത്രയും ആളുകളുടെ മരണത്തിന് കാരണം വാസ്തവത്തിൽ ഗവൺമെന്റിന്റെ അശ്രദ്ധയാണെന്ന് നമുക്ക് പറയേണ്ടതായി വരും. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ജാഗ്രതാ നിർദ്ദേശങ്ങളെ ലാഘവത്തായി കണ്ടു. അതായിരുന്നു ഈ പ്രളയത്തിന്റെ മൂല കാരണം. 2011 വാസ്തവത്തിൽ ഒരു മാറ്റം വരുന്നത്. 1969 ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഭരണമായിരുന്നു ലിബിയയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. മുഅമ്മർ ഗദ്ദാഫി വാസ്തവത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു. ആരെയും ഇദ്ദേഹം വളരാൻ സമ്മതിച്ചിരുന്നില്ല. തൻ്റെ വ്യക്തി താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടം ഭരിച്ചത്. ജനങ്ങൾ സഖ്യം ചേർന്ന് പലതവണ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാറ്റം വരുന്നത് 2011 കൂടിയാണ്. 2011 ഒക്ടോബർ 20 നഗരമധ്യത്തിൽ വെച്ച് ജനങ്ങൾ അദ്ദേഹത്തെ വധിക്കുന്നു. അങ്ങനെ നീണ്ട കാലത്തെ സ്വേച്ഛാധിപത്യം അവിടെ അവസാനിക്കുകയാണ്. തങ്ങൾക്ക് ഇനി നല്ലൊരു ജീവിതം ലഭിക്കും. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ആയിരിക്കും ഇനി ലിബിയ ഭരിക്കുക. അവരുടെ ആഗ്രഹം പോലെ അത് നടന്നു. 2012 ഒരു ലിബറൽ ഇലക്ഷൻ ലിബിയയിൽ കണ്ടക്ട് ചെയ്തു. അങ്ങനെ ലിബറൽ പാർട്ടി നാഷണൽ ഫോഴ്സ് അലയൻസസ് ഭരണത്തിൽ വരുന്നു. എന്നാൽ ഈ ഗവൺമെന്റിന് രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പല മിലിറ്റന്റ് ഗ്രൂപ്പ്സും ഈ ഒരു സമയത്ത് വളരെയധികം ആക്റ്റീവായിരുന്നു ലിബിയയിൽ. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇവർ നടത്തിയ ആക്ടിവിറ്റികളാണ്. 2012 ഇവർ US അംബാസിഡറിനെ വധിക്കുകയും ഓയിൽ എക്സ്പോർട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ആഭ്യന്തരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി ലിബിയ വളരെ വലിയ സമ്മർദ്ദത്തിൽ ഏർപ്പെട്ടു. ഈ ഒരു പ്രശ്നം ഗവൺമെന്റ് കൊളാപ്സ് ആകാനും പിന്നീട് ലിബിയയെ രണ്ടായി പിളർക്കാനും കാരണമായി. ഇതിൽ വെസ്റ്റേൺ സൈഡിലെ ഗവർണൻസിനെ ട്രൈപോഡ് എന്നും ഈസ്റ്റേൺ സൈഡിലെ ഗവർണൻസിനെ ടോബ്രുക്ക് എന്നും വിളിച്ചു. വളരെ നീണ്ട കാലത്തേക്ക് ഈ രണ്ട് വിഭാഗവും തമ്മിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി. 2014 മുതൽ 20 വരെ ഉണ്ടായ ഈ ആഭ്യന്തര കലാപങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. പിന്നീട് 2020 ഒക്ടോബർ മാസത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്റർഫെറൻസ് മൂലം സീസ് ഫയറിന്റെ എഗ്രിമെന്റുകൾ സൈൻ ചെയ്യുന്നു. ഒരു ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നതായിരുന്നു ഈ കരാറിന്റെയും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇരു പാർട്ടികൾക്കും പരസ്പരം വിശ്വാസമില്ലായിരുന്നു. എപ്പോഴെല്ലാം ഫണ്ട് അക്യുമുലേറ്റ് ആകുന്നോ അപ്പോഴെല്ലാം ആയുധങ്ങൾ വാങ്ങാനും തങ്ങളുടെ ഡോമിനൻസ് കാണിക്കാനുമാണ് അവർ ശ്രമിച്ചത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഡിസംബറിൽ നടക്കാനിരുന്ന ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. കൂടാതെ ഇന്ന് 4 വർഷം കഴിഞ്ഞിട്ട് കൂടിയും ഇലക്ഷൻസ് അവിടെ കണ്ടക്ട് ചെയ്തിട്ടില്ല. ഇന്നും ഡിവൈഡ് ആൻഡ് റൂൾ ആണ് അവിടെ നടന്നു പോകുന്നത്. ജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ ആരുടെ അടുത്ത് പറയണമെന്നറിയില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഇല്ല. ഇരു പാർട്ടികളും തങ്ങളുടെ ടെറിട്ടറി വലുതാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നവിടെ ഗവർണൻസ് നടത്തുന്നത്. എത്ര ജനങ്ങളുടെ ജീവിതം നഷ്ടമായി, എത്ര ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ ഇല്ലാതായി. ഇനി അങ്ങോട്ടേക്ക് എന്ത് എന്നറിയാതെ സാധാരണക്കാർ വഴിമുട്ടി നിന്ന അവസ്ഥ. ഡെർന ഡാമിന്റെ കാര്യത്തിലും ഇതേ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി തന്നെയാണ് ഇത്രയും അധികം ആളുകളുടെ ജീവനെടുത്തത്. ട്രൈപോൾ ഗവൺമെന്റ് കൺസ്ട്രക്ഷനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തു. അതിൽ വരുന്ന ഒന്നായിരുന്നു ഡെർന ഡാമോ. എന്നാൽ കൃത്യമായ സമയത്തുള്ള മെയിൻ്റനൻസ് ഇല്ലാതെ വന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായത്. മുൻകൂട്ടി ലഭിച്ചിരുന്ന വാർണിങ്ങുകളെ ഒന്നും തന്നെ അവർ സീരിയസ് ആയി എടുത്തില്ല. 50 വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്നു ഈ ഡാമുകൾക്ക്. കൃത്യമായ മെയിൻ്റനൻസും സ്ട്രക്ചറൽ ഇംപ്രൂവ്മെന്റ്സും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡാം തകരുകയില്ലായിരുന്നു. സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ ഡാമിന്റെ തൊട്ടടുത്തായി ഇല്ലീഗൽ സെറ്റിൽമെന്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള വാർണിങ്ങുകൾ ഗവൺമെന്റിന് ലഭിച്ചതാണ്. എന്നിട്ട് കൂടിയും യാതൊരു ആക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ കാര്യത്തിലും നിങ്ങൾക്കിത് കാണാൻ കഴിയും. ഇന്ത്യയിലും ഇന്ന് ഇല്ലീഗൽ സെറ്റിൽമെന്റുകൾ വളരെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ബാറ്ററികളെ മാറ്റി നിർത്തി രണ്ട് ഗവൺമെന്റും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ രാത്രിയിൽ അന്ന് ആരും മരിക്കുകയുണ്ടായിരുന്നില്ല. പാവപ്പെട്ട ആളുകളുടെ ജീവനാണ് ഗവൺമെന്റിന്റെ അശ്രദ്ധ മൂലം എന്നേക്കുമായി ഇല്ലാതായത്.
ഇന്ന് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗവൺമെൻറ്റുകൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. അവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ മറ്റു വീഡിയോകളെ പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.